ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു ക്ലാസിക് ചിത്രത്തെക്കുറിച്ചാണ്. ഒരു അതുല്യമായ മനഃശാസ്ത്രാത്മക ത്രില്ലറായ ഫാസിൽ സംവിധാനം ചെയ്ത 1993-ൽ പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഈ സിനിമ ഒരു ഭീകര ചിത്രമെന്നതിലുപരിയാണ് ഇത് മനഃശാസ്ത്രപരമായ സങ്കീർണതകളെയും സാംസ്കാരിക വിശ്വാസങ്ങളെയും ഒപ്പം കുടുംബബന്ധങ്ങളിലെ സംഘർഷങ്ങളെയും വളരെ തീവ്രമായി ചർച്ച ചെയ്യുന്ന ഒരു കലാസൃഷ്ടിയാണ്. പ്രധാന ആശയം: ഭ്രാന്തോ അതോ പ്രേതമോ? മണിച്ചിത്രത്താഴിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഗംഗ എന്ന സ്ത്രീയുടെ ദ്വിത്വ വ്യക്തിത്വ രോഗം, ഡിസോഷിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗവല്ലി എന്ന കഥാപാത്രം ഗംഗയുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തിത്വമായി രൂപപ്പെടുന്നത് ഈ ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഒരു പഴയ തറവാട്ടിലെ അന്തരീക്ഷവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ഈ മാനസികാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും സിനിമ വരച്ചുകാട്ടുന്നു. സംക്ഷിപ്ത കഥ: ഒരു പഴയ തറവാട്ടിലെ അജ്ഞാത സംഭവങ്ങൾ. പുതിയ ജീവിതം തേടി നകുലനും ഗംഗയും അവരുടെ തറവാടായ പഴയ മാടപ്പള്ളിയിലേക്ക് എത്തുന്നു. എന്നാൽ അവിടേക്കെത്തിയതിനുശേഷം അസാധാരണമായതും വിശദീകരിക്കാൻ കഴിയാത്തതുമായ പല സംഭവങ്ങളും നടക്കുന്നു. ആദ്യം എല്ലാവരും ഇതിനെയെല്ലാം ഭൗതികാതീതമായ ശക്തികളുമായി ബന്ധപ്പെടുത്തുന്നു. പ്രേതബാധയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കഥയുടെ വഴിതിരിവ് സംഭവിക്കുന്നത് അവിടുത്തെ സംഭവങ്ങളെല്ലാം ഒരു മാനസിക പ്രശ്നത്തിന്റെ ഭാഗമാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സണ്ണിയുടെ വരവോടുകൂടിയാണ്. ഡോക്ടർ സണ്ണിയിലൂടെ ഈ സംഭവങ്ങളുടെയെല്ലാം പിന്നിലുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പതിയെ വെളിപ്പെടുന്നു. പ്രധാന കഥാപാത്രങ്ങൾ: മറക്കാനാവാത്ത പ്രകടനങ്ങൾ. ഈ സിനിമയുടെ വിജയം അതിന്റെ താരനിരയുടെ മികച്ച പ്രകടനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഡോക്ടർ സണ്ണി ജോസഫ്, മോഹൻലാൽ. ഹാസ്യവും അതോടൊപ്പം ബുദ്ധിപരമായ നീക്കങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സണ്ണി. ആധുനിക ശാസ്ത്രത്തിന്റെ പ്രതിനിധിയാണ് സണ്ണി. ഒരു വശത്ത് തമാശക്കാരനായ സുഹൃത്തായും മറുവശത്ത് കൂർമ്മബുദ്ധിയുള്ള ഒരു ഡോക്ടറായും മോഹൻലാൽ ഈ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി. ഗംഗ, നാഗവല്ലി, ശോഭനയുടെ കരിയറിലെ ഏറ്റവും ശക്തമായ പ്രകടനമായി ഇത് അടയാളപ്പെടുത്തപ്പെട്ടു. ഗംഗയിൽ നിന്ന് നാഗവല്ലിയായി മാറുന്ന രംഗങ്ങൾ, അവളുടെ ശരീരഭാഷ, ശബ്ദം, ഭാവങ്ങൾ, നൃത്തം എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഓരോ രംഗത്തിലും നാഗവല്ലിയുടെ സാന്നിധ്യം പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്തു. സ്ത്രീ പീഡനത്തിന്റെ അടിച്ചമർത്തപ്പെട്ട ഒരു മനസ്സിന്റെ പ്രതിനിധിയാണ് ശോഭനയുടെ നാഗവല്ലി. ഈ വേഷത്തിന് ശോഭനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചു എന്നത് അവളുടെ പ്രകടനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. നകുലൻ, സുരേഷ് ഗോപി. ശാസ്ത്രവും ആചാരങ്ങളും തമ്മിൽ കുരുങ്ങിക്കിടക്കുന്ന കഥാപാത്രമാണ് നകുലൻ. ഗംഗയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവൻ പതിയെ ശാസ്ത്രീയ രീതികളിൽ വിശ്വാസം പുലർത്താൻ തുടങ്ങുന്നു. സുരേഷ് ഗോപി ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. സംഗീതം: പശ്ചാത്തല സംഗീതം, ഭയത്തിന്റെ അകമ്പടി. എം.ജി. രാധാകൃഷ്ണന്റെ ഗാനങ്ങളും ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതവും ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഭീതിയും മാനസിക സംഘർഷവും നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ സംഗീതം വലിയ പങ്കുവഹിച്ചു. ഗംഗയുടെ ദുരവസ്ഥയും നാഗവല്ലിയുടെ വികാരപരമായ പ്രകടനങ്ങളും സംഗീതത്തിലൂടെ കൂടുതൽ ശക്തിപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു മുറൈ വന്ത് പാർത്തായോ പോലുള്ള ഗാനങ്ങൾ കഥയുടെ ഒഴുക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സാങ്കേതിക മികവ്: ഭയം സൃഷ്ടിക്കുന്ന രീതി. ഫാസിൽ എന്ന സംവിധായകൻ ഭയം സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മാർഗങ്ങൾ ശ്രദ്ധേയമാണ്. ഭീകരമുഖങ്ങളോ ഭീകരമായ അലർച്ചകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ചത്. മറിച്ച് അവസാനിപ്പിക്കാത്ത ശബ്ദങ്ങൾ, കണ്ണാടികളിലെ പ്രതിബിംബങ്ങൾ, രാത്രിയിലെ നിശബ്ദത, നിഴലുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് പ്രേക്ഷകന്റെ മനസ്സിൽ ഭീതി നിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മനസ്സിന്റെ ഇരുണ്ട മുഖങ്ങളെയും അതിന്റെ സങ്കീർണതകളെയും വളരെ കലാപരമായി കാഴ്ചവെക്കുന്ന ഒരു ചലച്ചിത്രമാണിത്. മാനസിക രോഗത്തെക്കുറിച്ചുള്ള നല്ല സന്ദേശം: ഈ ചിത്രം ആധുനിക ചിന്താഗതിക്ക് വഴിയൊരുക്കിയ ഒരു സംഭവമാണ്. അന്ധവിശ്വാസങ്ങൾക്ക് പകരം ഒരു മാനസിക പ്രശ്നത്തെ ശാസ്ത്രീയമായി സമീപിക്കുക എന്ന ഭൂതമല്ല, രോഗമാണ് എന്ന ചിന്താഗതി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. ഒരു മാനസിക രോഗത്തെ ഇത്രയും യാഥാർത്ഥ്യബോധത്തോടെയും സംവേദനക്ഷമതയോടെയും കൈകാര്യം ചെയ്ത ആദ്യകാല ഇന്ത്യൻ സിനിമകളിലൊന്നാണ് മണിച്ചിത്രത്താഴ്. ഇത് സമൂഹത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ സഹായിച്ചു. അവാർഡുകളും സ്വീകാര്യതയും: ഒരു മാസ്റ്റർപീസ്. മണിച്ചിത്രത്താഴ് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വലിയ സ്വീകാര്യത നേടി. ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. കൂടാതെ നിരവധി സംസ്ഥാന, ദേശീയ പുരസ്കാരങ്ങൾ ഈ ചിത്രം വാരിക്കൂട്ടി. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച മനഃശാസ്ത്ര ത്രില്ലറുകളിലൊന്ന് എന്ന് ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നു. പിന്നീട് ഹിന്ദിയിലും തമിഴിലും ഉൾപ്പെടെ പല ഭാഷകളിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു. അത് ഈ ചിത്രത്തിന്റെ വ്യാപ്തിയും സ്വീകാര്യതയും വ്യക്തമാക്കുന്നു. അവസാന മൊഴി: മനസ്സിലാക്കാത്ത ഭയങ്ങൾ. മണിച്ചിത്രത്താഴ് നമുക്ക് പതിപ്പിക്കുന്നത് എന്താണ്? ഭയപ്പെടേണ്ടത് ഭൂതത്തെ അല്ല, മറിച്ച് മനസ്സിന്റെ അസ്വസ്ഥതകളെ മനസ്സിലാക്കാതിരിക്കുന്നതാണ്.
അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങാതെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മാത്രമേ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ എന്ന് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വിശകലനം ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മണിച്ചിത്രത്താഴ് എന്ന ഈ മാസ്റ്റർപീസ് നിങ്ങളുടെ മനസ്സിൽ പുതിയ ചിന്തകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.